ഹോസ്പിറ്റലൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഡിസംബർ 25 ഉദ്ഘാടനം ചെയ്തതാണിത്. ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്ന് പറയുന്നത്. കാരണം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് വരുന്നു. ഈ അടുത്ത നാളിൽ എന്നോട് ഒരാൾ പറഞ്ഞു, പിതാവേ 1500 കോടി രൂപ ഹോസ്പിറ്റൽ മേഖലയിൽ മുടക്കാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, പിതാവിന് താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1500 കോടി രൂപ നമ്മളിവിടെ കഷ്ടിച്ചാണ് ഒരു 15 കോടി 20 കോടി കണ്ടെത്തിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അങ്ങനത്തെ ഒരു ലൈനല്ല, ഞങ്ങളുടേത് വളരെ ജനകീയമായ ഒരു രീതിയാണ്, അത് കുറേശ്ശെ പതുക്കെ ഞങ്ങൾ വളർത്തിയെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി വിട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു കാലമാണിത്. അപ്പം ഞാൻ ഓർക്കായിരുന്നു 1500 കോടി രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എത്ര രൂപ നമ്മുടെ ആൾക്കാരുടെ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഇതെങ്ങനെ ഇതിനകത്ത് ലാഭം അവർ നേടിയെടുക്കും. പലപ്പോഴും ഈ നമ്മുടെ ഇതുപോലെയുള്ള ഹോസ്പിറ്റൽസ് ദുർബലപ്പെടണമെന്നും തകരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. കാരണം ഇതെല്ലാം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന തുക നമുക്ക് ജനങ്ങളിൽ നിന്ന് ഈടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മുടെ ഇതുപോലെയുള്ള ആശുപത്രികൾ ഈ നാടിൻ്റെ ആരോഗ്യ മണ്ഡലത്തിൽ നൽകിയ സംഭാവനകൾ പാടെ വിസ്മരിച്ചുകൊണ്ട് നമ്മളെല്ലാം ഒരു വല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രചരണം ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമെല്ലാം നടക്കുന്നുണ്ട്. പ്രൈവറ്റ് മേഖലകളിലെ എല്ലാ സ്ഥാപനങ്ങൾക്കെതിരെയുമുള്ള ഒരു നിലപാട്, അത് ഒരു സോഷ്യലിസത്തിൽ നിന്നൊക്കെ വരുന്നതാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഇടയ്ക്ക് കോൺഗ്രസ്സുകാരെ ആ സോഷ്യലിസത്തിൻ്റെ പ്രേതം പിടികൂടാറുണ്ട് കേട്ടോ, നിങ്ങളും കൂടെ ഒന്ന് ഓർത്തോണം. അതായത് എല്ലാം ദേശസാൽക്കരണം, അതൊക്കെ എങ്ങനെയാണ് ഒരു നാടിനെ നന്മയിലേക്ക് വളർത്തുന്നത് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയിലെ സർവീസ് സെക്ടറാണ് നമ്മൾ, സേവനദാതാക്കളാണ്. നമ്മുടെ കത്തോലിക്കാ സഭ ആ മേഖലയിൽ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, സർവീസ് സെക്ടറിൽ മാത്രമാണ് നമ്മൾ ഇടപെട്ടിട്ടുള്ളത്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കേണ്ടതും മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് സ്വകാര്യ മേഖലയ്ക്ക് ഏൽപ്പിക്കരുത്, അത് ഗവൺമെൻറ് കൊടുക്കണം. പക്ഷെ ആ ഗവൺമെൻറ്റിനോട് സഹകരിക്കാനും ഈ മേഖലയിൽ നിലനിൽക്കാനും നമ്മുടെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം കൊടുക്കാനുമെല്ലാം ഈ മേഖലയിൽ നമുക്ക് സഭകളും സംഘടനകളും സമുദായങ്ങളും ഒക്കെ തയ്യാറാകുമ്പോൾ അവരെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ടതാണ്. ദൗർഭാഗ്യവശാൽ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ആണെങ്കിലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് രാവിലെ ഞാനൊരു കാരുണ്യ ഭവനത്തിൽ, നമ്മുടെ സ്ട്രീറ്റ് ചിൽഡ്രൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അതിരൂപത നടന്ന ഒരു കാരുണ്യ ഭവനത്തിലാണ് കുർബാനയില്ല. അപ്പോൾ അവിടുത്തെ സിസ്റ്റർ പറയായിരുന്നു, പിതാവേ ഞങ്ങൾ ഈ CWCO അങ്ങനെ കണ്ടിട്ട് പ്രസ്ഥാനമുണ്ട്, ഇവരെ എല്ലാം നയിക്കുന്നു. അവിടെ രാവിലെ പോയ വൈകുന്നേരം വരെ ഞങ്ങളെ നിർത്തുമെന്നാണ് പറഞ്ഞു. ഓരോരോ കാര്യങ്ങൾ 100 കൂട്ടം നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഗവൺമെൻറ് ഇതിന് അനുസൃതമായിട്ട് വല്ല ഗ്രാൻഡ് തരുന്നുണ്ടോ? അതൊട്ടില്ലതാനും. കുട്ടികളെ എടുക്കുമ്പം ഭയങ്കരമായ നിബന്ധനകളാണ്. അപ്പം അവരെ സഹായം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്ററിൻ്റെ എന്തോ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങളെയെല്ലാം അവർ നോക്കുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കുറച്ചുകൂടെ ഒന്ന് വിശാലത വരികയും നമ്മുടെ ജനങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം ചിന്താമണ്ഡലത്തിൽ തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്താലേ നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ വളരുകയുള്ളൂ. എൻ്റെ ഒരു വിചാരം, നമ്മുടെ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കാത്തതിൻ്റെ കാരണം എന്താ? ഇവരെല്ലാവരും UK പോകുന്നു, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിക്കാനൊന്നും അല്ലല്ലോ. അവർ പോകുന്നത് എങ്ങനെയെങ്കിലും അവർക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിൽ പ്ലേറ്റ് കഴുകാത്ത കുഞ്ഞുങ്ങൾ അവിടെ പോയി മക്ഡൊണാൾഡ്സിൽ പോയി ജോലി ചെയ്യുന്നത് നമുക്ക് കാണാം. പെട്രോൾ പമ്പിൽ രാത്രി ഉറക്കളച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ഇവരെല്ലാം കഴിവുള്ള പിള്ളേരാണ്. പക്ഷെ ഇവരൊക്കെ എന്ത് ജോലിയും തയ്യാറായി വിദേശത്ത് പോകുന്നുണ്ട്, തൊഴിലില്ലാത്തത് കൊണ്ടാണ്. തൊഴിലുണ്ടാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് മേഖലയിൽ 2% തൊഴിലുള്ളൂ എന്നാണ് ഞാൻ എവിടെയോ വായിച്ചു കേട്ടത്. വെറും 2% തൊഴിലേ കൊടുക്കാനേ ഗവൺമെൻറ്റിന് സാധിക്കുന്നുള്ളൂ. പ്രൈവറ്റ് മേഖലയെ നമ്മൾ വളർത്തുകയും അതിനകത്ത് തന്നെ സേവന മേഖലയെ പ്രത്യേകമായിട്ട് കരുതുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിലപാട് എല്ലാ മേഖലകളിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ നമ്മളെപ്പോലെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിനൊക്കെ നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ മേഖലകളിൽ നിന്നെല്ലാം പിന്മാറും. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കുറേ നാളുകൾക്ക് മുമ്പ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റ് ഒക്കെ വന്നു. അതിൻ്റെ ഫലമായിട്ട് നിയന്ത്രണങ്ങൾ കർശനമാക്കിയപ്പോൾ നമ്മുടെ ഒത്തിരി സിസ്റ്റേഴ്സ് അനാഥ മന്ദിരങ്ങൾ നിർത്തി.
പൂട്ടി. അതുപോലെ ഈ പരിചരണ കേന്ദ്രങ്ങൾ അവർ പറഞ്ഞ് ഞങ്ങളെക്കൊണ്ട് നടത്താൻ പറ്റുകയില്ല, ഈ വല്ലാത്ത നിയമങ്ങളാണ്. ഓരോ കുട്ടിക്കും ഇത്ര സ്റ്റാഫ് എല്ലാം വെച്ച് നമ്മുടെ കന്യാസ്ത്രീകൾ ഇതെല്ലാം ചെയ്യുന്നത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു സമർപ്പണമായിട്ട് അവരെല്ലാ ജോലിയും ചെയ്ത് അങ്ങനെയൊക്കെയാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇത് ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഓരോ കുട്ടിക്കും ഇത്ര പേരെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെ നടത്താൻ പറ്റുകയില്ല, പൂട്ടുക എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം ഈ മേഖലകളിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്താനായിട്ട് വേറെ ആൾക്കാർ കാണും, നമ്മുടെ ആൾക്കാരുടെ ജീവിത ചെലവുകൾ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ആ മേഖലകളിലൊക്കെ കുറച്ചുകൂടെ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജനങ്ങളിലും വളർന്നു വരേണ്ട ഒരു വലിയ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ ജനത്തിൻ്റെ ഒരു വലിയ പിന്തുണയില്ലാതെ നമുക്ക് ഈ സ്ഥാപനമൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ മേഖലകളിലെല്ലാം നമുക്ക് ഒരുമിച്ച് നീങ്ങാനും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് നല്ല മികച്ച ഒരു ആരോഗ്യ പരിരക്ഷ നൽകാനുമെല്ലാം നമുക്ക് സാധിക്കണം. ഞാൻ ഈ അച്ഛന്മാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആശുപത്രി നടത്തി കാശുണ്ടാക്കി രൂപതയ്ക്കൊന്നും ചെയ്യേണ്ട, ഞങ്ങളത് കാര്യമായിട്ട് അതൊക്കെ നടത്തിക്കൊള്ളാം. പക്ഷേ നമുക്ക് ഒരു മിഡിൽ ക്ലാസ് ആൻഡ് അതിന് താഴെ നിൽക്കുന്ന ജനങ്ങൾക്ക് വൃത്തിയുള്ള നല്ല ഇഫക്റ്റീവായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട്, ഇങ്ങനൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വലിയൊരു ത്യാഗവും എല്ലാം മനസ്സിലാക്കാനായിട്ട് സമൂഹത്തിന് സാധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചു.